ബിഗ് ബോസിന്റെ ഈ ആഴ്ചത്തെ വോട്ടിംഗിൽ ഇപ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. വെറും 1 മണിക്കൂർ മാത്രമേ ഇനി വോട്ടിംഗ് അവശേഷിക്കാൻ ബാക്കിയുള്ളൂ. വോട്ടിംഗിൽ അവസാനം നിൽക്കുന്ന 3 പേര് തമ്മിൽ പൊരിഞ്ഞ പോരാട്ടമാണ്. നോറയും സായിയും നന്ദനയും തമ്മിലാണ് ഇപ്പോൾ പൊരിഞ്ഞ പോരാട്ടം നടക്കുന്നത്. എന്തായാലും മത്സരാർത്ഥികൾക്ക് 11 മണിവരെ ലഭിച്ച വോട്ടിന്റെ റിസൾട്ടാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പുറത്തുവിടുന്നത്. 11 മണിവരെയുള്ള റിസൾട്ട് നോക്കുമ്പോൾ 1-ാം സ്ഥാനത്ത് ഇപ്പോഴും തുടരുന്നത് ജാസ്മിൻ തന്നെയാണ്. വോട്ടിംഗ് തുടങ്ങിയപ്പോൾ മുതൽ ജാസ്മിൻ തന്നെയായിരുന്നു 1-ാം സ്ഥാനത്ത്. ഇപ്പോഴും 1-ാം സ്ഥാനത്ത് തന്നെ തുടരുകയാണ്. 6,98,838 വോട്ടുകളാണ് ജാസ്മിൻ നേടിയത്. 2-ാം സ്ഥാനത്താണ് അഭിഷേക് ശ്രീകുമാർ ഉള്ളത്. 6,61,902 വോട്ടുകളാണ് അഭിഷേക് ശ്രീകുമാറിന് നേടാൻ കഴിഞ്ഞത്. 3-ാം സ്ഥാനത്താണ് ശ്രീതു കൃഷ്ണൻ ഉള്ളത്. 6,12,357 വോട്ടുകളോടെ 3-ാം സ്ഥാനത്ത് നിൽക്കുകയാണ് ശ്രീതു. 4-ാം സ്ഥാനത്താണ് ഇപ്പോൾ ഉപ്പുമുളകും താരം ഋഷി ഉള്ളത്. 5,78,707 വോട്ടുകളോടെ 4-ാം സ്ഥാനത്ത് നിൽക്കുകയാണ് ഋഷി. 5-ാം സ്ഥാനത്താണ് നോറയുള്ളത്. 4,35,825 വോട്ടുകളാണ് നോറയ്ക്ക് നേടാൻ കഴിഞ്ഞത്. 6-ാം സ്ഥാനത്താണ് നന്ദന. 4,30,791 വോട്ടുകളോടെ നോറയുടെ തൊട്ട് പിന്നാലെ തന്നെയുണ്ട് നന്ദന. 7-ാം സ്ഥാനത്താണ് സായി ഉള്ളത്. 4,28,454 വോട്ടുകളാണ് സായിക്ക് നേടാൻ കഴിഞ്ഞത്. സായിയാണ് നിലവിൽ ഏറ്റവും പുറകിൽ നിൽക്കുന്നത്. നാളെ ഒരുപക്ഷെ ബിഗ് ബോസ് വീട്ടിൽ നിന്നും എവിക്റ്റ് ചെയ്യപ്പെടാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള മത്സരാർത്ഥി സായി തന്നെയാണ്. കാരണം ഏറ്റവും കുറവ് വോട്ടുകൾ ഇപ്പോൾ സായിക്കാണുള്ളത്. ഇതേ രീതിയിൽ തന്നെയാണ് വോട്ടിംഗ് മുന്നോട്ട് പോകുന്നതെങ്കിൽ സായി തന്നെ ആയിരിക്കണം നാളെ ബിഗ് ബോസ് വീട്ടിൽ നിന്നും എവിക്റ്റ് ആകുന്നത്. ഈ ഒരാഴ്ച ഡബിൾ എവിക്ഷൻ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. കാരണം വെറും ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ബിഗ് ബോസിലെ മത്സരാർത്ഥികൾ ഒരു ടോപ്പ് 5ലേക്ക് എത്തിക്കേണ്ടതുണ്ട്. ഇപ്പോൾ നിലവിൽ വീട്ടിൽ 10 പേരുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 5 പേരെ എവിക്റ്റ് ചെയ്ത് വിടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരാഴ്ച ഡബിൾ എവിക്ഷൻ ഉറപ്പായിട്ടും തന്നെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു 99% ഡബിൾ എവിക്ഷൻ തന്നെ കാണും. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നാളെയും നാളത്തെയുമായിട്ട് 2 പേര് എവിക്റ്റ് ആകും. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നോറ, നന്ദന, സായി ഈ ഒരു 3 പേരിൽ നിന്നും 2 പേര് വീട്ടിൽ നിന്നും എവിക്റ്റ് ആകാനുള്ള സാധ്യതയുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ എവിക്റ്റ് ആകാൻ സാധ്യതയുള്ളത് സായിയും അതുപോലെ തന്നെ നന്ദനയുമാണ്. എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം ആരൊക്കെയാണ് പുറത്താകാൻ പോകുന്നതെന്ന്. ഈ ഒരു നോമിനേഷൻ ലിസ്റ്റിൽ നിന്നും ആരൊക്കെ പുറത്തു പോകണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹമെന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ വരും ദിവസത്തിലെ കൃത്യമായ വോട്ടിംഗ് റിസൾട്ട് അറിയാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫൈനൽ വോട്ടിംഗ് റിസൾട്ട് നിങ്ങൾക്ക് അറിയുന്നതിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക.